ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലും പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലും തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. പബ്ലിക് റിലേഷൻ ഓഫീസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ദിവസവേതനം 1100 രൂപയാണ് ലഭിക്കുക. ദിവസവേതന അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, അല്ലെങ്കിൽ ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ്, കോറഡ്രോ, MS ഓഫീസ്, ഗൂഗിൾ ആപ്ലിക്കേഷനിലുള്ള നോളജും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 45 വയസ്സ് വരെയാണ്. എഴുത്ത് പരീക്ഷയുടെയോ അഭിമുഖത്തിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 16/8/2024 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നിങ്ങളുടെ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകളും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്തത് പട്ടികവർഗ വികസന വകുപ്പിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുമുള്ളവരായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള BTech അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ITI ആണ്. പ്രായപരിധി വരുന്നത് 21 മുതൽ 35 വയസ്സ് വരെയാണ്. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള വിവിധ ഓഫീസുകളിലും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമാണ് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകുന്നത്. പ്രതിമാസ ഓണറേറിയം 18,000 രൂപയാണ് ലഭിക്കുക. ജില്ലാ തലത്തിൽ നടത്തുന്ന അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയറായി നിയമിക്കപ്പെടുന്നവർക്ക് സ്ഥിര നിയമനത്തിന് യാതൊരുവിധ അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല. നിയമന കാലാവധി 1 വർഷമാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നിങ്ങളുടെ ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം അപേക്ഷിക്കുന്ന ജില്ലയിലെ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ് അല്ലെങ്കിൽ ITD പ്രോജക്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ്. ഒരാൾ ഒന്നിലധികം ജില്ലകളിൽ അപേക്ഷ സമർപ്പിക്കുവാൻ പാടുള്ളതല്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 ഓഗസ്റ്റ് 19 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് DMSP അല്ലെങ്കിൽ MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയാണ്. കൂടാതെ RC രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സമാന മേഖലയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. മന്ത്ലി റെമ്യൂണറേഷൻ 30,995 രൂപയാണ് ലഭിക്കുക. 1 വർഷത്തേക്കുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. ടെമ്പററി പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്നത് 14/8/2024 രാവിലെ 11 മണിക്കാണ്. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. ഇൻ്റർവ്യൂവിന് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം രാവിലെ 10:30 ആണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും കോപ്പീസും ബയോഡേറ്റയും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് നഴ്സിംഗ് കോളേജിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ 2 ട്യൂട്ടർ തസ്തികയിലേക്ക് 1 വർഷ കാലാവധിയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 25,000 രൂപയാണ് ലഭിക്കുക. കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സ്വാശ്രയ നഴ്സിംഗ് കോളേജിൽ നിന്ന് MSc നഴ്സിംഗ് കൂടാതെ KNMC രജിസ്ട്രേഷനുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രം, ആധാർ, പാൻ, വയസ്സ് തെളിയിക്കുന്ന അസൽ രേഖ എന്നിവയുമായി ഓഗസ്റ്റ് 14 രാവിലെ 10 മണിക്ക് പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങളും ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.